എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ എല്ലാവരും ചേർന്ന് മിഷന് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കുട്ടപ്പനാവട്ടെ ഇപ്പൊ കലി കയറി സായെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് സാക്കുറ ടെൻഷനായിട്ട് കുട്ടപ്പൻ എന്തിനാ ഇവനെ തന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നെന്ന് ചിന്തിക്കും. അത് കണ്ട് സായി, യു ആർ അൺബിലീവബിൾ, നീ ഇത്ര നേരായിട്ട് എന്നെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണോ? ഇനി നീ നോക്കിയാല് നിന്റെ മൂക്കിടിച്ച് ഞാൻ ചപ്പാത്തിയാക്കുമെന്ന് അവൻ പറയും. അതിന് കുട്ടപ്പൻ ദേഷ്യപ്പെട്ട് പറയും, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കില് നീ അങ്ങനെ സംസാരിക്കും? നീ ഇങ്ങനെ ഒരു സ്വഭാവക്കാരനാണോ? നിന്റെ കൂടെ മിഷന് വരാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോ സായി പറയും, നീ ഇത്രയ്ക്ക് സില്ലിയാണോ? ഞാനൊരു കോമഡി പറഞ്ഞതല്ലേ. അതുകൊണ്ട് മാസ്ക് മാൻ പറയും, നിങ്ങളോട് രണ്ടുപേരോടും ഞാൻ എത്ര വട്ടം പറയണം തല്ലു കൂടരുതെന്ന്? ഞാൻ എത്രയോ തവണ പറഞ്ഞു നമ്മളൊരു ടീമാണെന്ന്. കാക്കാഷിയുടെ ശിഷ്യന്മാരായിട്ടുള്ള കുട്ടപ്പന്റെ അടുത്തു നിന്നും സാക്കുറയുടെ അടുത്തു നിന്നും ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതാണോ നിങ്ങളുടെ ടീം വർക്ക്? ഇതാണോ കാക്കാഷി നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? അതിന് കുട്ടപ്പൻ ദേഷ്യപ്പെട്ട് പറയും, സാസുകയ്ക്ക് പകരമാണ് ഇപ്പൊ ഇവനെ കൊണ്ടുവന്നത്. ഇവൻ ഒരിക്കലും സാസുകയ്ക്ക് പകരാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ടീമില് ഇവന്റെ ആവശ്യമില്ല. അതിന് സായി പറയും, സാസുക അവൻ ഒറോച്ചിമാറുവിനു വേണ്ടി ഗ്രാമത്തിൽ നിന്ന് പോയവനാണ്. അവനെ ഒന്നും വെച്ച് എന്നെ കമ്പയർ ചെയ്യാൻ പാടില്ല. കുട്ടപ്പനാണെങ്കില് ഇപ്പൊ ദേഷ്യം കയറി കയറി വരും. അതിന് സാക്കുറ ഇപ്പൊ കുട്ടപ്പനെ പിടിച്ചു നിർത്തി, കുട്ടപ്പനോടും എന്നോടും ക്ഷമിക്കണം, ഞങ്ങളുടെ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഇനി യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അത് കേൾക്കുമ്പോ ഇപ്പൊ മാസ്ക് മാസ്റ്റർക്ക് ഒരുപാട് സന്തോഷാവും. ടീമിൽ ഒരാളെങ്കിലും ഇപ്പൊ ടീം വർക്കിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന ആള് ചിന്തിക്കും. സാക്കുറ സായിയോട് പറയും, നിനക്ക് കുട്ടപ്പൻ ആരാണെന്ന് അറിയില്ല, അതുകൊണ്ട് അവനുമായിട്ട് നീ വഴക്കിടാൻ പാടില്ല. അത് കേട്ട് സായി ചിരിക്കുമ്പോ ഇപ്പൊ സാക്കുറയ്ക്കും ഒരുപാട് സന്തോഷാവും. കട്ട് ചെയ്താ ഇപ്പൊ ഹൊക്കാഗയുടെ അടുത്ത് അസിസ്റ്റന്റ് ചേച്ചി വന്ന് ചോദിക്കും, നമ്മുടെ പുതിയ ടീം അതിപ്പോ എങ്ങനെയുണ്ട്? മിഷൻ അവരെ കൊണ്ട് സക്സസ് ആയി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയോ? എല്ലാം ഓക്കെയാണ്. അവരിപ്പോ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഗ്രൂപ്പാണ്. പക്ഷെ എനിക്ക് ഒരേ ഒരു സംശയം, അതാ സായി ഓർത്ത് മാത്രമാണ്. ഹൊക്കാഗ ദേഷ്യപ്പെട്ട് പറയും, നീ ഒറ്റയൊരുത്തി കാരണമാണ് ഡാസോടെ ആള് അവൻ ഈ ടീമിലേക്ക് വന്നത്. ഇതിനെല്ലാം കാരണക്കാരി അത് നീ മാത്രമാണെന്ന് പറഞ്ഞ് ഹൊക്കാഗ പൊട്ടിത്തെറിക്കുമ്പോ ഇപ്പൊ അസിസ്റ്റന്റ് ചേച്ചി അവള് തല കുനിച്ചു നിന്ന് പറയും, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഡാസോടെ ആള് നമ്മുടെ ടീമിൽ വരുമെന്ന്. എങ്കിലും എന്തിനായിരിക്കും ഡാസോ സായിയെ ഈ ഒരു ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുക? ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും സാക്കുറ അവരുടെ ഉദ്ദേശം അതെന്താണെന്ന് കണ്ടുപിടിച്ച് എന്നെ അറിയിക്കും. അസിസ്റ്റന്റ് ചേച്ചി ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് ഇപ്പൊ സാക്കുറയും ചോദിച്ച് പതിയെ പുറത്തേക്ക് ഇറങ്ങി വരും. സാക്കുറയും അവളുടെ മാസ്റ്റർ ഹൊക്കാഗെ പോലെ തന്നെയാണ്. ഓരോ ദിവസം കഴിയും തോറും അവൾ വലിയൊരു ടീച്ചറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത സാക്കുറ കുട്ടപ്പൻ തിരിഞ്ഞു നിൽക്കുന്ന സമയം അവള് കൈ ചുരുട്ടി ചായയുടെ മുഖത്ത് ഇപ്പൊ ഒരൊറ്റ ഇട്ടി. ആ ഒരു ഇട്ടിയില് അവൻ കറങ്ങി അടിച്ച് താഴെ വീഴുമ്പോ എല്ലാവരും വണ്ടടിച്ച് ഇപ്പൊ അവളെ നോക്കി നിൽക്കും. ഒരു സെക്കൻഡ് എല്ലാവരും ഫ്രീസ് ആയിട്ട് നിൽക്കും. സാക്കുറ പറയും, സാസുക ഗ്രാമം വിട്ടു പോയിട്ടും ഇന്നും എല്ലാവരും അവനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അവനെക്കുറിച്ച് പറഞ്ഞ ഒരുപക്ഷെ കുട്ടപ്പൻ ക്ഷമിക്കും, പക്ഷെ ഞാൻ ക്ഷമിക്കില്ല. ഇനി നീ സാസുകയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാ തീർച്ചയായിട്ടും നിന്നെ ഞാൻ ഇടിച്ചു കൊന്നുകളയും. അതിന് സായി പറയും, ഒരു റോക്ക് നിഞ്ചയ്ക്ക് വേണ്ടിയാണ് നീ ഇപ്പൊ എന്നെ ഇടിച്ചത്. കുട്ടപ്പൻ വണ്ടടിക്കും. കാരണം സാക്കുറയുടെ കയ്യിൽ നിന്ന് ഇടി കിട്ടിയിട്ടും അവന് യാതൊരു മാറ്റവും ഇല്ല. 1-50 പറഞ്ഞ് 100 പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പോ പൊരിഞ്ഞ ഫൈറ്റ്. അത് കാണുമ്പോ ഇപ്പൊ മാസ്ക് മാസ്റ്ററിന് കലി കയറി ഒരു പ്രത്യേക ജിപ്സ് ഉപയോഗിച്ച് വലിയൊരു കണ്ടെയ്നർ തന്നെ ഇപ്പൊ അവിടേക്ക് വരുത്തും. അത് കണ്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാവരും ഷോക്കായിട്ട് അത് നോക്കി നിൽക്കും. മാസ്ക് മാസ്റ്റർ പറയും, ഇനി നിങ്ങൾ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെല്ലാവരെയും ഞാൻ ഈ കണ്ടെയ്നറിൽ പൂട്ടിയിടും. ഇനിയും വഴക്കിടുകയാണെങ്കിൽ നമ്മൾ ഈ മിഷന് പോയിട്ട് അതിന് യാതൊരു കാര്യമില്ല. സാക്കുറ ആണെങ്കിൽ ഇപ്പോഴും ആ ജിപ്സു കണ്ട ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല. ഈ ഒരു ജിപ്സു അത് ഫസ്റ്റ് ഹൊക്കാഗ മാത്രം ചെയ്യുന്ന ഒരു ബ്രഹ്മാണ്ഡ ജിപ്സു ആണ്. ഇവനെ കൊണ്ട് ഇതെങ്ങനെ സാധിച്ചു എന്ന് വീണ്ടും വീണ്ടും സാക്കുറ കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കും. അടി കൂടാതിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വയറ് നിറച്ച് ഞാൻ പുട്ടും ചിക്കനും വാങ്ങിത്തരും. കൂട്ടുകാർക്ക് എത്ര പേർക്ക് പുട്ടിഷ്ടാണ്? പുട്ടുറുമീസുകൾ ദയവ് ചെയ്ത് ഒന്ന് കമന്റ് ചെയ്യുക. അതല്ല ഇനിയും വഴക്ക് കൂടാനാണെങ്കിൽ എന്റെ യഥാർത്ഥ മുഖം അത് നിങ്ങൾ കാണുമെന്ന് പറഞ്ഞ് അവന്റെ ഒരു രാക്ഷസ രൂപം അതിപ്പോ കാണിക്കും. അങ്ങനെ കട്ട് ചെയ്താല് ഇപ്പൊ അവരെല്ലാവരും വലിയൊരു കുളത്തില് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടപ്പൻ ഇപ്പോഴും മാസ്ക് മാസ്റ്ററിന്റെ ആ ഒരു പേടിപ്പെടുത്തുന്ന മുഖം അത് ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ മാസ്ക് മാസ്റ്റർ ഇപ്പൊ കുട്ടപ്പനോട് ചോദിക്കും, ഇവിടെ കുളിക്കാൻ നല്ല രസമുണ്ടല്ലേ? ഒരു സെക്കൻഡ് കുട്ടപ്പൻ ഞെട്ടിയിട്ട് അത് നല്ല രസമുണ്ട്, അടിപൊളിയാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് സായി പറയും, നീ പേടിക്കാതെ ഉഷാറായിട്ട് മറുപടി പറ. അതിന് കുട്ടപ്പൻ കലി കയറി പറയും, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോ അപ്പുറത്തെ വശത്ത് നമ്മുടെ സാക്കുര ആവട്ടെ കുട്ടപ്പനും സായും ഇപ്പൊ വീണ്ടും
ഫൈറ്റ് കൂടുന്നുണ്ടെന്ന് മനസ്സിലാക്കും. ഇവിടെ സായ് പറയും, അറ്റ്ലീസ്റ്റ് നിനക്കൊരു ജട്ടയെങ്കിലും ഇട്ട് കുളിക്കാൻ ഇറങ്ങിക്കൂടെ. കുട്ടപ്പനാവട്ടെ ഇപ്പൊ ചമ്മി ഐസാവും. അതപ്പുറത്തുള്ള സാക്കുരയുടെ ഫ്രണ്ട്സ് കേട്ട് ഇപ്പൊ സാക്കുരയെ നോക്കി അവര് പൊട്ടിച്ചിരിക്കും. അപ്പൊ പെണ്ണുങ്ങൾ ചിരിക്കുന്ന കേൾക്കുമ്പോ കുട്ടപ്പന് മനസ്സിലാവും ചെറുതായിട്ട് സംഭവം ഒന്ന് പാളിയിട്ടുണ്ട്. അവൻ നാണം കിട്ടുന്ന മനസ്സിലായി കുട്ടപ്പനാവട്ടെ ഇപ്പൊ മുൻപോട്ട് നീന്താൻ തുടങ്ങും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ മാസ്ക് മാസ്റ്റർ ആവട്ടെ കുട്ടപ്പനെ വിളിച്ച് എനിക്ക് നിന്നോടൊരു കാര്യം ഇപ്പൊ പറയാനുണ്ടെന്ന് പറയും. കുട്ടപ്പൻ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോ ഇപ്പൊ മാസ്ക് മാസ്റ്റർ പറയും, പണ്ട് ചെറുപ്പത്തില് ഇതുപോലെ ഏതോ ഒരു കൊളക്കടവില് ഒക്കാകെ കുളിച്ചുകൊണ്ടിരുന്നപ്പോ ചിറയ മാമൻ ചെറുതായിട്ടൊന്ന് ഒളിഞ്ഞു നോക്കി. അന്ന് ഏകദേശം മാമന്റെ കാര്യത്തില് തീരുമാനമായതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കാര്യം നീയും ഒന്ന് ഓർത്തിരിക്കണമെന്ന് ഇപ്പൊ ആള് പറയും. കുട്ടപ്പൻ ചമ്മി ഐസായിട്ട് നിൽക്കുമ്പോ ഇപ്പൊ മാസ്ക് മാസ്റ്റർ ആവട്ടെ ആള് നൈസായിട്ട് ഡ്രസ്സ് മാറാനായിട്ട് ഇപ്പൊ ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെല്ലും. അവിടെ എത്തുമ്പോ ഇപ്പൊ കുട്ടപ്പന്റെ ഡ്രസ്സ് അത് വലിച്ചു വാരി കിടക്കുന്ന കാണും. അതിന്റെ തൊട്ടടുത്തായിട്ട് ഇപ്പൊ സായിയുടെ ഡ്രസ്സ് അത് വളരെ നീറ്റായിട്ട് മടക്കി വെച്ചതായിട്ട് കാണും. മാസ്റ്ററിന് എന്തോ ഡൗട്ട് തോന്നി അവൻ സായിനെ ഇപ്പൊ ലോങ് ഷോട്ടില് ഒന്ന് വാച്ച് ചെയ്ത് അവര് കൊണ്ടുവന്ന നിഞ്ച ടൂൾസ് അത് സെഗ്രിഗേറ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കും. മാസ്റ്റർ ഒരു കിഴിയെടുത്ത് 3 സീഡ്സ് ഇപ്പൊ അവന്റെ കയ്യിലേക്ക് എടുക്കും. ആ ഒരു സീഡ്സ് അതെന്താണെന്നോ എന്തിനാണെന്നോ ഇപ്പൊ പറയില്ല. മാസ്റ്റർ അത് കയ്യിൽ തന്നെ ഇപ്പൊ ചുരുട്ടി പിടിക്കുമ്പോ വേറൊരു പെൺകുട്ടി അവിടേക്ക് വന്ന് അവർക്കുള്ള ഫുഡ് റെഡിയാണ്, അതുകൊണ്ട് കഴിക്കാനായിട്ട് വിളിക്കും. ഇവിടെ സാക്കുര ആവട്ടെ അവള് കുളി കഴിഞ്ഞു പോകുമ്പോ നമ്മുടെ കുട്ടപ്പനാവട്ടെ മാസ്റ്റർ പറഞ്ഞോർത്ത് ഇപ്പൊ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ എല്ലാവരും ഫുഡ് കഴിക്കാനായി മെയിൻ ഹാളിലേക്ക് വരുമ്പോ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ച ഫുഡ് കണ്ട് ഇപ്പൊ കുട്ടപ്പന്റെയും സാക്കുരയുടെയും വായിലൂടെ വെള്ളം ഊറും. ഇത് മുഴുവൻ ഞങ്ങൾക്ക് കഴിക്കാനാണോ ചോദിക്കുമ്പോ മാസ്റ്റർ പറയും ഇതെല്ലാം തന്നെ നമുക്ക് മാത്രം ഉള്ളതാണ്. അത് കേൾക്കേണ്ട താമസം ഇപ്പൊ നമ്മുടെ ആൾക്കാര് ടേബിളിലേക്ക് ചാടി വീണ് അത് മുഴുവനായിട്ട് തിന്നാൻ തുടങ്ങും. അങ്ങനെ എല്ലാവരും ഇപ്പൊ ഹാപ്പി ആയിട്ട് കഴിക്കുമ്പോ സാക്കുറ പറയും ഒരു കണക്കിന് കാക്കാഷി മാസ്റ്റർക്ക് സുഖമില്ലാത്തത് അത് വളരെ നന്നായി. അതുകൊണ്ടാണ് ഇത്രയും നല്ല ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റിയെന്ന് പറയുമ്പോ ഇവിടെ കാക്കാഷി ആവട്ടെ വിശന്ന് പൊരിഞ്ഞ് ഇപ്പൊ നഴ്സിനോട് ചോദിക്കും, എനിക്ക് വല്ലാതെ വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും ഫുഡ് അത് കഴിക്കാൻ തായോ. അതിന് നഴ്സ് പറയും നിനക്ക് പൂർണ്ണമായിട്ട് സുഖായ മാത്രമേ ഫുഡ് കഴിക്കാൻ പറ്റൂ. കാക്കാഷി ആണെങ്കിൽ ഇപ്പൊ വിശന്ന് പൊളഞ്ഞ് അവിടെ കിടന്ന് ഉരുണ്ടു മറിയാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാരെല്ലാവരും ഫുഡ് കഴിച്ചു കഴിയുമ്പോ മാസ്റ്റർ പറയും നമ്മുടെ മിഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് നിങ്ങളെല്ലാവരെയും ഞാനിപ്പോ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് ഒരു ടീമായി വർക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയൂ. അവരങ്ങനെ ഇപ്പൊ മിഷനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് രാത്രിയാവുമ്പോ ഹായായിട്ട് കിടന്നുറങ്ങും. കട്ട് ചെയ്താ ഇപ്പൊ നെക്സ്റ്റ് ഡേ നമ്മുടെ കുട്ടപ്പനാവട്ടെ കൂർക്കം വലിച്ചുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേ സമയം ഇപ്പൊ സായി ആവട്ടെ ഒരു ബുക്കൊക്കെ എടുത്ത് ഇപ്പൊ പതിയെ പുറത്തേക്ക് പോകും. അപ്പൊ മറ്റൊരു റൂമിൽ നിന്ന് ഇപ്പൊ സാക്കുറ ഉറക്കം എഴുന്നേറ്റ് അവൾ പുറത്തേക്ക് നോക്കുമ്പോ ദൂരെയായിട്ട് സായി നിൽക്കുന്നത് കാണും. ഇത്ര രാവിലെ ഇവൻ അവിടെ എന്താ പരിപാടി എന്ന് അവൾ ആലോചിച്ച് ഇപ്പൊ അങ്ങനെ നോക്കി നിൽക്കും. സായി ചുറ്റും നോക്കി അവന്റെ അടുത്ത് ഇപ്പൊ ആരും ഇല്ലെന്ന് ഉറപ്പുവരുത്തി എന്തോ ഒരു കാര്യം ചെയ്യാനായിട്ട് ആരംഭിക്കും. അത് കണ്ട് സാക്കുറ അവനെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും